all to Lechus Edutips 2.0. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും Lechus Edutips 2.0യിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ ഇപ്പം ഡിഗ്രി പ്രിലിംസ് എക്സാം അതായത് മെയ് 24 അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു 20 ടോപ്പിക് ഈ ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് കറണ്ട് അഫയേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ടോപ്പിക് നമ്പർ 1 ആണ് ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എന്നെ അന്വേഷിച്ചവരോട് പറയട്ടെ, ഞാനൊരു കാർ ആക്സിഡൻറ്റ് കഴിഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളങ്ങനെ കാണാനും ഒക്കെ വൈകിപ്പോയത്. അപ്പം ഏതായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വീണ്ടും മുന്നിലേക്ക് എത്താൻ പറ്റി. അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്ന് പറയുന്ന 10th മെയിൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഡിഗ്രി പ്രിലിംസ് അല്ലേ ഈ 24-ാം തീയതി നടക്കുവാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 കറണ്ട് അഫയേഴ്സ് തരാമെന്ന് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്ലാസ്സുമായിട്ട് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ ഈ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് 20 കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സുകളാണ്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോകുവാണ് 2024 യൂറോ കപ്പ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ലെങ്ത് കുറവാണെന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ 20 ഒന്നിച്ചല്ല ചെയ്യുന്നത്, 20 വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ നോക്കൂ, 2024 യൂറോ കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാം എന്നാണ് നമ്മൾ നോക്കുന്നത്. 2024 യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി എന്ന് പറയുന്നത് ജർമ്മനി ആയിരുന്നു. അല്ലെങ്കിൽ 2024 യൂറോ കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ ഉത്തരം എന്താണ്? ജർമ്മനിയാണ്. 2024 യൂറോ കപ്പിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ആൽബർട്ട് ആയിരുന്നു. ആൽബർട്ട് എന്ന് പറയുന്നത് ഒരു ടെഡ്ഡി ബിയർ ആണ് കേട്ടോ. ആൽബർട്ട് എന്ന് പറയുന്നത് ഒരു ടെഡ്ഡി ബിയർ ആണെന്ന് ഓർത്തു വയ്ക്കാം. അപ്പം 2024 യൂറോ കപ്പിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ആൽബർട്ട് ആണ്. ഇറ്റ്സ് എ ടെഡ്ഡി ബിയർ. 2024 യൂറോ കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് ജർമ്മനി. ഞാൻ എഴുതിയിട്ടിരിക്കുന്നത് നിങ്ങൾക്കിത് നോട്ടാക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ. അപ്പോൾ ഓർത്തു വയ്ക്കുക, 2024 യൂറോ കപ്പിന്റെ ഭാഗ്യചിഹ്നം ആൽബർട്ട് എന്ന ടെഡ്ഡി ബിയർ. 2024 യൂറോ കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ജർമ്മനി. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ദിവസങ്ങൾ നിങ്ങൾക്ക് കുറവാണ്, അപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി 2024 യൂറോ കപ്പിൽ ഉപയോഗിച്ച ഔദ്യോഗിക പന്താണ് ഫസ് ബൊളീബ്. FUSSBALLLIEBE എന്നാണ്, ബട്ട് പ്രൊനൗൺസിയേഷൻ ഫസ് ബൊളീബ് എന്നാണ് കേട്ടോ. അപ്പോൾ ഫസ് ബൊളീബ് എന്ന് പറയുന്ന പന്താണ് ഈ 2024 യൂറോ കപ്പിന്റെ ഔദ്യോഗിക പന്ത്. ഈ ഫസ് ബൊളീബ് എന്ന് പറയുന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം ഫുട്ബോൾ ലവ് ആണ്. ഫുട്ബോളിന്റെ സ്നേഹം അല്ലെങ്കിൽ ഫുട്ബോളിനോടുള്ള സ്നേഹം, ഫുട്ബോൾ ലവ് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അതുപോലെ 2024 യൂറോ കപ്പിന്റെ ആപ്തവാക്യമാണ് ഫുട്ബോളിനാൽ ഒരുമിക്കാം, യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് ഒരുമിക്കാം. ഫുട്ബോളിനാൽ ഒരുമിക്കാം, യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് ഒരുമിക്കാം എന്നുള്ളതാണ് 2024 യൂറോ കപ്പിന്റെ ആപ്തവാക്യം. ഒന്ന് കണ്ണടച്ച്, ഒറ്റ മിനിറ്റ് ഒന്ന് കണ്ണടച്ച്. 2024 യൂറോ കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ജർമ്മനി അല്ലെ. അതിന്റെ ഔദ്യോഗിക പന്ത് ഫസ് ബൊളീബ്. അതിന്റെ എന്താ പറയുന്നത്, ഭാഗ്യചിഹ്നം ആൽബർട്ട്. ഇതൊരു ടെഡി ബിയർ ആണെന്ന് മനസ്സിൽ കാണുക. അതുപോലെ തന്നെ എൻ്റെ ആപ്തവാക്യമാണിത്, ഫുട്ബോളിനാൽ ഒരുമിക്കാം, യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് ഒരുമിക്കാം. 2024 യൂറോ കപ്പിലെ ചാമ്പ്യന്മാരായിരുന്നു അല്ലെങ്കിൽ അതിലെ ജേതാക്കളായിരുന്നു സ്പെയിൻ. ഓക്കെ, 2024 യൂറോ കപ്പിലെ ജേതാക്കൾ അല്ലെങ്കിൽ ചാമ്പ്യന്മാരാരാന്ന് ചോദിച്ചാൽ അത് സ്പെയിനാണ്. റണ്ണറപ്പ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് കേട്ടോ. റണ്ണറപ്പ് ആയിട്ട് വന്നിരിക്കുന്നത് ഇംഗ്ലണ്ടും ചാമ്പ്യന്മാര് സ്പെയിനുമായിരുന്നു. അതുപോലെ തന്നെ മികച്ച കളിക്കാരനായിരുന്നു റോഡ്രി. സ്പെയിൻ്റെ റോഡ്രി ആയിരുന്നു മികച്ച കളിക്കാരൻ. മികച്ച യുവതാരം 2024 യൂറോ കപ്പിന്റെ മികച്ച യുവതാരമാണ് ലാമിൻ യമാൽ. സ്പെയിനിന്റെ ലാമിൻ യമാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ 2024 യൂറോ കപ്പുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇത് പ്രസ്താവന ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവായിരിക്കും. കൂടുതലായിട്ട് നമ്മളോട് മൾട്ടിപ്പിൾ ചോയ്സ് പെട്ടെന്ന് 4 ചെറിയ ഓപ്ഷൻ തന്ന് ചോദിക്കാനേ സാധ്യതയുള്ളൂ. അപ്പോൾ പഠിച്ചു വെക്കുക. യൂറോ കപ്പിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം അല്ലെങ്കിൽ അതിന്റെ വേദി ഏതാണെന്ന് പഠിക്കുക. ചാമ്പ്യന്മാർ അല്ലെങ്കിൽ ജേതാക്കൾ പഠിക്കുക. റണ്ണറപ്പ് പഠിക്കുക. മികച്ച യുവതാരത്തെ പഠിക്കുക. മികച്ച കളിക്കാരൻ ആരായിരുന്നു എന്ന് പഠിക്കുക. ഭാഗ്യചിഹ്നം പഠിക്കുക. ആപ്തവാക്യം പഠിക്കുക. ഔദ്യോഗിക പന്ത് പഠിക്കുക. അപ്പോൾ ഇത്ര വായ്പ എന്തായി? 2024 യൂറോ കപ്പായി. അപ്പോൾ ചെറിയ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റും. 20 ടോപ്പിക്കും ചെറിയ ടോപ്പിക്കായിട്ട് സെപ്പറേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പിക് നമ്പർ 1 ഇപ്പോൾ കഴിഞ്ഞു. നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് 20 ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. അതുപോലെ ഒരു കാര്യം, ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അതും ഒന്ന് കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചതിലുണ്ടോ, അതാ ഞാൻ സെലക്ട് ചെയ്യാൻ വിട്ടുപോയത്, അതായത് എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാതെ തോന്നുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഏതൊക്കെ ടോപ്പിക് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ഓർത്ത് വെക്കാനും അത് ഉൾപ്പെടുത്താനും നല്ലതായിരിക്കുമല്ലോ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്ക് വേണോ അത് പെട്ടെന്ന് തന്നെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച്.